മോദിയുടെ മിഷൻ ശക്തി അഭിസംബോധന തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന് ആരോപിച്ച് സിപിഐഎം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. അനുമതി വാങ്ങിയ ശേഷമാണോ അഭിസംബോധന നടത്തിയതെന്ന് മോദി വ്യക്തമാക്കണമെന്ന് സിപിഐഎം ആവശ്യപ്പെട്ടു. സീതാറാം യെച്ചൂരിയാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു ശാസ്ത്ര വിഷയം നടക്കുമ്പോൾ ശാസ്ത്രജ്ഞരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇത് പൊതുജന രാജ്യത്തെ അറിയിക്കാറുള്ളത്. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ അവരെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നതാണ് നമ്മൾ കാണാറ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ സ്വായത്തമാക്കിയ സാങ്കേതികവിദ്യ ഇപ്പോൾ തന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്തിന് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി നടത്തിയ അഭിസംബോധനയിലെ രാഷ്ട്രീയം വ്യക്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ സിപിഐഎം ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്? തീർച്ചയായും തന്നെ മനു, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഇത്രയും വർഷത്തോളം ഇന്ത്യയിൽ ജനാധിപത്യം വന്നതിന് ശേഷം തന്നെ ഇത്രയും കാലം ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളെല്ലാം തന്നെ, അതായത് മിസൈലുമായി ബന്ധപ്പെട്ട് ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കാറും ആ വിഷയങ്ങൾ റിസർച്ച് നടത്താറും അതിനെക്കുള്ള പ്രഖ്യാപനം നടത്താറുമുള്ളൂ. അതിനെ തുടർന്ന് പിന്നെയുള്ള പ്രധാനമന്ത്രിമാരും അതുപോലെ തന്നെ രാഷ്ട്രത്തിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ അതിനെ എല്ലാവർക്കും അംഗീകാരം നൽകുക, അതോടൊപ്പം തന്നെ അവർക്ക് അനുമോദനം രേഖപ്പെടുത്തുക. ഇങ്ങനെ ഒരു ചട്ടമായിരുന്നു ഇത്രയും കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം മാറ്റം കുറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ വോട്ട് എന്നൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഒരേ സ്ഥലത്തിൽ ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിപിഎം തന്നെ സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇങ്ങനെ മോദി പ്രഖ്യാപനം നടത്തി തൊട്ടുപിറകെ തന്നെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി. അതോടൊപ്പം തന്നെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നത്, കാരണം ഈ വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി സജീവമായി രംഗത്ത് വന്നിരിക്കുന്നു. മമതാ ബാനർജി ഈ വിഷയത്തിൽ പരാതി നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് സജീവമായി രംഗത്ത് വന്നിരിക്കുന്നു. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും, അതായത് ഉള്ളിൽ ഒരു ഭയമുണ്ട്, തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്നു, അതിന്റെ ഭയം നരേന്ദ്രമോദിക്കുണ്ട് അല്ലെങ്കിൽ BJPക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ്, അങ്ങനെ ഇങ്ങനെ നിലപാട് സ്വീകരിച്ചതെന്നാണ് ഈ മമതാ ബാനർജി അടക്കമുള്ള വ്യക്തികൾ ചൂണ്ടിക്കാണിക്കുന്നതും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം സർക്കാരിന്റെ നേട്ടമായി ശക്തി മിസൈൽ പരീക്ഷണം ഉയർത്തിക്കാട്ടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടക്കം തന്നെ സജീവമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഇതിനെ സംബന്ധിച്ചുള്ള ശാസ്ത്ര പുരോഗതി വിലയിരുത്താറും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താറുമുള്ളത്. പക്ഷെ അതിൽ നിന്ന് വിപരീതമായി തന്നെ ഒരു നിലപാട് ഒരു കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ നരേന്ദ്രമോദി ഇന്ത്യ അഭിസംബോധന ചെയ്യാൻ പോകുന്നു. ട്വിറ്റർ അടക്കമുള്ള സോഷ്യൽ മീഡിയ അടക്കമുള്ള TV ചാനൽ അടക്കമുള്ള എല്ലാം ശ്രദ്ധിക്കുക, രാജ്യം ഞെട്ടാൻ പോകുന്ന തരത്തിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ എല്ലാ തരത്തിലും പെരുമാറ്റ ചട്ടലംഘനം നടത്തിയിരിക്കുകയാണ് എന്തായാലും നരേന്ദ്രമോദി സർക്കാർ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നതാണ് CPM അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CPM തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തയച്ചത്. തിടുക്കത്തിൽ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയതിന് പിന്നിൽ BJPയുടെ പരാജയ ഭീതിയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷനും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ട്വിറ്ററിൽ പ്രതികരിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടാണോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് ഉന്നത നിയമവൃത്തങ്ങളുമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ അതിനുവേണ്ട നിയമ നടപടികൾ മുന്നോട്ട് പോകുന്ന രൺദീപ് സുർജേവാല കോൺഗ്രസിന്റെ വക്താവ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും സജീവമായി തന്നെ ഇതൊരു പ്രചാരണമാക്കിയെടുക്കുകയാണ് എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഈ വലിയൊരു പെരുമാറ്റച്ചട്ട ലംഘനം തന്നെ നടത്തിയിരിക്കുകയാണ് മോദി സർക്കാർ. കാരണം ഇത് ശരിയായ നടപടിയല്ല. അതിനു പുറമെ തന്നെ ഇത് മറ്റൊരു വശം നോക്കുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇന്ത്യയിൽ പ്രഖ്യാപനം കഴിഞ്ഞ ഒരു വിഷയമാണ് നരേന്ദ്രമോദി പിന്നെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്നത്. ഞങ്ങൾ നടപ്പിലാക്കി, ഞങ്ങൾ ഇന്ത്യ നാലാമതെത്തിയത് തങ്ങളുടെ ഭരണത്തിന്റെ കീഴിലാണെന്നുള്ള പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനം എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരിക്കുന്നത്. എന്തായാലും തന്നെ അടുത്ത വരും ദിവസങ്ങളിൽ ശക്തമായ പ്രചാരണം ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം എല്ലാവരും ഒന്നിച്ചുകൊണ്ട് തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. മനു, ഹരീഷ്, അതായത് നമ്മൾ കണ്ടതാണ് ഈ ജനങ്ങൾക്ക് മുമ്പിൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യത്തിലൊക്കെ ഇത്തരത്തിലുള്ള ഇടപെടലുകളുമായി പ്രധാനമന്ത്രി വരുന്നത്. അതായത് റഫേൽ വിഷയവുമായി കേന്ദ്ര സർക്കാർ വലിയ പ്രതിരോധത്തിലായ ഒരു സാഹചര്യത്തിലാണ് പുൽവാമ വിഷയവും അതിർത്തിയിൽ യുദ്ധപ്രതീതിയൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് വലിയൊരു പുകമറ സൃഷ്ടിക്കാൻ BJPക്കും കേന്ദ്ര സർക്കാരിനും കഴിഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറെ ഏറെ തെളിവുകൾ, ഒപ്പം തന്നെ 1800 കോടിയുടെ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകളൊക്കെ BJPക്കും കേന്ദ്രത്തിനും മുതിർന്ന നേതാക്കൾക്കുമൊക്കെ എതിരെ പുറത്തു വരുന്നൊരു സാഹചര്യം കണ്ടു. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു അവസരത്തിൽ ഇപ്പോൾ ഇതാ മിസൈൽ പരീക്ഷണത്തിലൂടെ വലിയ സ്പേസിൽ വലിയ ശക്തിയാകാൻ കഴിഞ്ഞിരിക്കുന്നു എന്നൊരു പുകമറ സൃഷ്ടിക്കാൻ BJP ശ്രമിക്കുകയാണ്, കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും ശ്രമിക്കുകയാണ് എന്ന പൊതുവായ പ്ലാറ്റ്ഫോമിലേക്കാണോ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം എത്തിയിരിക്കുന്നത്?
തീർച്ചയായും ഇന്നത്തെ ഒരു സമയം വെച്ച് നോക്കുമ്പോൾ തന്നെ, കാരണം തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം, ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമായിരിക്കെ നരേന്ദ്രമോദി ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ച ശരിയായ നടപടിയല്ലെന്ന് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് പ്രകാരമാണോ, അവരെ അറിയിച്ചിട്ടാണോ എന്നുള്ളെല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ പ്രധാനമായി തന്നെ പല വിഷയങ്ങളിൽ നിന്നും അത് മറയ്ക്കാൻ വേണ്ടി, ഒരു കളവിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടി മറ്റൊരു കളവ് ചെയ്യുന്ന അങ്ങനെ ഒരു സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ ഇത്രയും കാലം കൈക്കൊണ്ടെന്നുള്ള ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചു. അത് തന്നെയാണ് മനു ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വിഷയം. കാരണം ഈ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ തന്നെ പല വിഷയങ്ങളും മറച്ചു വെക്കാൻ ഉണ്ടായ വിഷയമാണെന്ന് പ്രതിപക്ഷ പാർട്ടി അടക്കമുള്ള ഉന്നത വൃത്തങ്ങൾ അടക്കമുള്ള എല്ലാവരും ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മറയ്ക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തിയത്. ഈ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യക്തമായി തന്നെ ഭയമുണ്ട്. കാരണം പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും തന്നെ ഒന്നിച്ച് കൈകോർക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളും ശക്തമായി തന്നെ BJPക്കെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമായി തന്നെ വരുന്നു. നരേന്ദ്രമോദി സർക്കാർ താഴെ ഇറങ്ങാൻ പോവുകയാണെന്നുള്ള ഭയം അദ്ദേഹത്തിനടക്കമുള്ള NDA അടക്കമുള്ളവർക്ക് വന്നിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഒരു ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയെങ്കിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കുക, എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അധികാരം എന്ന ഒരൊറ്റ വിഷയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നതും. അതിന്റെ ഭാഗമായി തന്നെയാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന ഒരു വ്യവസ്ഥാപിത സ്ഥാപനം ഉണ്ടായിട്ടും അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ കൈകടത്തുക, അന്ന് ആ വിഷയവുമായി മുൻനിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു സ്ഥാപനത്തെ ഇല്ലാതായിക്കൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എല്ലാം എന്നുള്ളൊരു ഫോക്കസ് അദ്ദേഹത്തിലെ മാത്രം എത്തിക്കുക, അല്ലെങ്കിൽ അത് BJPക്ക് മാത്രം എത്തിക്കുക, തങ്ങളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ള കാര്യം എന്ന് ജനങ്ങളെ കബളിപ്പിക്കുക എന്നിങ്ങനെ നിലപാടാണ് മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഉത്തമ ഉദാഹരണവും. അതോടൊപ്പം നമ്മൾ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കാര്യം മാത്രമല്ല, ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ 5 വർഷത്തെ ഭരണകാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെ എങ്ങനെയെല്ലാം തന്നെ ഇല്ലാതാക്കാൻ പറ്റും, എങ്ങനെയെല്ലാം താറുമാറാക്കാൻ പറ്റുമെന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി ഈ 5 വർഷത്തെ ഭരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. 5 വർഷത്തെ ഭരണം കൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി തന്നെ നരേന്ദ്രമോദി സർക്കാർ ഇല്ലാതാക്കി എന്നുള്ളത് പ്രശസ്തരായ പല വ്യക്തികളും ചൂണ്ടിക്കാണിച്ചാണ്. ഒരു ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്താണ്. കാരണം CBI അടക്കമുള്ള വിഷയങ്ങൾ നമുക്ക് തന്നെ അറിയാം, സുപ്രീം കോടതി കേസിലെത്തുന്ന പല വിഷയങ്ങൾ ഉണ്ടാവുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അലോക് കുമാർ വർമ്മയെ എടുത്തു മാറ്റുന്നു. ഇങ്ങനെ പല സമയങ്ങളും നരേന്ദ്രമോദിക്കെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തുകയാണെങ്കിൽ അവരെ ഇല്ലാതാക്കുക, BJPക്കെതിരെ ശബ്ദമുയർത്തുക, ഇല്ലാതാക്കുന്ന സമീപനമാണ്. അതേപോലെ ഒരു സമീപനമാണ് ഇപ്പോൾ ഇവിടെയും കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെ ഈ നരേന്ദ്രമോദിയാണ് എല്ലാം, കേന്ദ്ര സർക്കാരാണ് എല്ലാം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. പല മേഖലകളും ഭരണഘടനാ സ്ഥാപനങ്ങളായ RBI അടക്കം തന്നെ തയ്യാറാക്കിയതും അതിനെ താറുമാറാക്കിയ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ്. രഘുരാം രാജൻ രാജിവെച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായത് ഈ പറഞ്ഞ നരേന്ദ്രമോദിയുടെ കാലത്താണ്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും കൈകടത്തും എന്നുള്ള മോദി സർക്കാരിന്റെ ഒരു കാര്യമാണ്. കാരണം തങ്ങളാണെല്ലാം, തങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്ന നിലപാട്, ഒരു ഏകാധിപത്യ മനോഭാവത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണ് മോദി സർക്കാരിന്റെ 5 വർഷത്തെ ഭരണം എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടി വന്നിരിക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വിജയം കൈവരിക്കുക, എങ്ങനെയെങ്കിലും 4 വോട്ടുകൾ നേടുക, എങ്ങനെയും വിജയം കൈവരിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളൂ. കാരണം വികസന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒന്നും തന്നെ മുന്നോട്ട് പറയാനില്ല. പ്രതിപക്ഷ നേതാക്കളടക്കമുള്ള മറ്റു പല വ്യക്തികളും, അതായത് ശരി ഹരീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയെ ചൊല്ലി വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അഭിസംബോധന നാടകമാണ് എന്ന് വ്യക്തമാകുന്നു. ഒപ്പം തന്നെ CPIM ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നു. അങ്ങനെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനം പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും നേരിടേണ്ടി വരുന്ന മറ്റൊരു അവസരം കൂടിയാണ് സമീപകാലത്ത് ഈ ഓപ്പറേഷൻ ശക്തിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, നടിയെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. അപ്പീലിൽ തീരുമാനമാകും വരെ വിചാരണ നിർത്തിവെക്കണമെന്ന് ദിലീപ്. CBI അന്വേഷണം എന്ന ദിലീപിന്റെ ആവശ്യം നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, അടുത്ത മാസം ആദ്യം മുതൽ വിചാരണ നടത്താം എന്ന് കഴിഞ്ഞ ദിവസം പ്രത്യേക CBI കോടതി, വനിതാ ജഡ്ജി അധ്യക്ഷയായ CBI കോടതി തീരുമാനിച്ചിരുന്നതാണ്. ഇപ്പോൾ നേരത്തെ തന്നെ CBI അന്വേഷണം വേണമെന്ന ദിലീപിന്റെ ആവശ്യം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തള്ളുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുകയാണോ ദിലീപ്? മനു, കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട 2ാം തവണയാണ് ദിലീപ് ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ച് ദിലീപിന്റെ ഈ ആവശ്യം തള്ളിയിരുന്നു. ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് പ്രതിക്ക് ആവശ്യപ്പെടാനാകില്ല എന്ന് വ്യക്തമാക്കിയായിരുന്നു സിംഗിൾ ബെഞ്ച് നേരത്തെ ഹർജി തള്ളിയത്. എന്നാൽ മുഴുവൻ വശങ്ങളും പരിഗണിക്കാതെയായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നടപടി എന്നാണ് ദിലീപ് ഇപ്പോൾ സമർപ്പിച്ച അപ്പീലിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേരത്തെ ദിലീപ് മുന്നോട്ട് വെച്ച വാദങ്ങൾ തന്നെയാണ് ഈ അപ്പീലിലും ദിലീപ് പറയുന്നത്. 1ാം പ്രതിയായ പൾസർ സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം തനിക്കെതിരെ കേസെടുത്തിരിക്കുന്നു, പോലീസ് അന്വേഷണം പക്ഷപാതപരമാണ് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ദിലീപ് പറയുന്നത്.
ഒപ്പം ദിലീപ് ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നു. ഈ അപ്പീലിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ വിചാരണ നിർത്തിവെക്കണം എന്നൊരാവശ്യം കൂടി ദിലീപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഹർജി അടുത്ത ദിവസം തന്നെ പരിഗണിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ അടുത്ത മാസം 5-ന് ഏപ്രിൽ 5-ന് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അത് നേരത്തെ ഈ കേസിലെ ഇരയായ നടി ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനിതാ ജഡ്ജിയെ അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിടുകയും എറണാകുളത്ത് തന്നെയുള്ള പ്രത്യേക CBI കോടതിയിൽ ഇതിന്റെ വിചാരണ നടപടികൾ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതാണ്. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ദിലീപ് വീണ്ടും അപ്പീലുമായി ഉമേഷ് പറഞ്ഞതുപോലെ ഏപ്രിൽ 5-ന് വിചാരണ നടപടികൾ തുടങ്ങാനിരുന്നതാണ്. മാത്രമല്ല 6 മാസത്തിനുള്ളിൽ തന്നെ വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയണം എന്നൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിരീക്ഷണമൊക്കെ ഉണ്ടായ കേസ് സംഭവം കൂടിയാണിത്. ആ സാഹചര്യത്തിലാണ് വീണ്ടും അപ്പീലുമായിട്ട് ദിലീപ് വരുമ്പോൾ ഈ വിചാരണ നടപടികൾ വൈകിപ്പിക്കാനുള്ള നീക്കം ഇതിന്റെ പിന്നിൽ കാണാൻ കഴിയും, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിരീക്ഷണമാണോ ഉണ്ടായിരിക്കുന്നത്? അങ്ങനെയാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുക. നേരത്തെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെ ഇക്കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. നേരത്തെ ഇതേ ഹർജി തന്നെ നേരത്തെ സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്ന വേളയിലും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത് അക്കാര്യം തന്നെയാണ്. ദിലീപ് ഇങ്ങനെ തുടരെ ഓരോ ഹർജികൾ സമർപ്പിക്കുകയാണ്. അത് വിചാരണ വൈകിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗം തന്നെയാണ് ആ കാര്യങ്ങൾ എന്ന് അന്ന് പ്രോസിക്യൂഷൻ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. എന്നാൽ അന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിലായിരുന്നു ഈ കേസ് ഇരുന്നത്. ആ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജിയുണ്ട്. ഇതുകൂടാതെ മെമ്മറി കാർഡ് ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇത്തരത്തിൽ വിവിധ ഹർജികൾ പല കോടതികളിലായി ദിലീപ് സമർപ്പിക്കുന്നു. ഈ വനിതാ ജഡ്ജിയെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇര ഹർജി സമർപ്പിക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ദിലീപ് വീണ്ടും രംഗത്ത് വരുന്നു, അത്തരത്തിലൊരു ഹർജി സമർപ്പിക്കുന്നു. ഇത്തരത്തിൽ വിവിധ കോടതികളിൽ ഹർജികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിചാരണ നീട്ടിക്കൊണ്ടുപോവുക എന്ന ലക്ഷ്യം തന്നെയാണ് ദിലീപിന്റെ ഭാഗത്തുള്ളത് എന്ന് തന്നെയാണ് പൊതുവെ ഉയർന്നു വരുന്ന വിമർശനം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഹൈക്കോടതി 6 മാസത്തിനുള്ളിൽ തന്നെ വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ഏപ്രിൽ 5-ന് ഈ കേസ് വിചാരണ നടപടികൾ തുടങ്ങാനുള്ള നീക്കം ഉണ്ടാവുകയും ചെയ്തത്. ആ ഒരു സാഹചര്യത്തിലാണ് ദിലീപ് ഇത്തരത്തിൽ ഒരു അപ്പീലുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. അത് വിചാരണ വൈകിപ്പിക്കാനുള്ള നീക്കമായി തന്നെയാണ് പ്രോസിക്യൂഷൻ ഉൾപ്പെടെ കാണുന്നത്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ദിലീപ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നു. സിംഗിൾ ബെഞ്ച് CBI അന്വേഷണം ആവശ്യമില്ല എന്ന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെയാണ് ഇപ്പോൾ ദിലീപ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. അതുവരെ വിചാരണ നടപടികൾ ഏപ്രിൽ 5-ന് ആരംഭിക്കാൻ പോകുന്ന വിചാരണ നടപടികൾ നിർത്തിവെക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ അപ്പീലിൽ ദിലീപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാനം കൊടും ചൂടും വരൾച്ചയും നേരിടുന്ന സാഹചര്യത്തിൽ സർക്കാർ വിളിച്ചു ചേർത്ത അടിയന്തര യോഗം പുരോഗമിക്കുന്നു. പ്രതിരോധ നടപടികളാണ് യോഗത്തിൽ പ്രധാന ചർച്ചയാവുക. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, പ്രധാനമായും വലിയ വരൾച്ചയും ചൂടുമാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും ചൂട് കൂടി വരുന്ന സാഹചര്യം, സൂര്യാഘാതം അടക്കമുള്ള ഭീഷണികൾ പൊതുജനങ്ങൾക്ക് നേരെ ഉണ്ടായി വരുന്ന ഒരു സാഹചര്യം, ഇതിനെയൊക്കെ ഏത് രീതിയിൽ ഈ വിഷയത്തിൽ ഏകോപിപ്പിക്കാം പ്രവർത്തനങ്ങൾ എന്നാണ് ഇപ്പോൾ യോഗത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ധാരണകൾ? ഷീജ. മനു, സംസ്ഥാനം കൊടും ചൂടും വരൾച്ചയെയും നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സർക്കാർ ഒരു അടിയന്തര ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 14 ജില്ലാ കളക്ടർമാരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി ആണ് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ വരൾച്ചാ പ്രതിരോധത്തിൽ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഇതിന്റെ ഏകോപന ചുമതല സർക്കാർ നൽകിയിരിക്കുന്നത്. ഓരോ ദിനവും സംസ്ഥാനത്ത് കൂടുന്ന ചൂട്, ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഏതൊക്കെ തരത്തിലുള്ള മരണം റിപ്പോർട്ട് ചെയ്യുന്നു, പ്രത്യേകിച്ചും സൂര്യാഘാത മരണം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിൽ കൃത്യമായ രീതിയിൽ കാരണം ഇത് തന്നെയാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇവരുടെ ഈ ദിനംപ്രതിയുള്ള വിലയിരുത്തലുകളിൽ വരുന്നതായിരിക്കും. ഈ കാര്യങ്ങൾ ഇതുവരെ നിലവിൽ എന്താണ് ഓരോ ജില്ലയുടെയും സ്ഥിതി എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ചർച്ചയിൽ വിലയിരുത്തി വരികയാണ്. ഒപ്പം തന്നെ വരൾച്ചയും ചൂടിനെയും നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു നടപടികൾ തുടർന്ന് ഇനി ഏത് രീതിയിൽ കൈക്കൊള്ളണം എന്നുള്ളതും ഇന്നത്തെ ഈ യോഗത്തിൽ തന്നെ അതാത് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകുന്നതായിരിക്കും. കാരണം രാവിലത്തെ മന്ത്രിസഭാ യോഗത്തിൽ ശുദ്ധജല ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടി കൃത്യമായ ഇടപെടൽ ജില്ലാ കളക്ടർമാർ നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം പോയിരുന്നു. ഇത് ഏതൊക്കെ രീതിയിൽ കിയോസ്കുകളിൽ ഉൾപ്പെടെ വെള്ളത്തിന്റെ ലഭ്യതക്കുറവുള്ള സ്ഥലങ്ങളിൽ വെള്ളം കൃത്യമായി എത്തിക്കുക, അതിനുള്ളൊരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർമാർക്ക് നൽകുന്നത്. ഏതായാലും ഇതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായ രീതിയിൽ സൂര്യാഘാതം നേരിടുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ
അത് ഏത് രീതിയിൽ ഏകോപിപ്പിക്കണം എന്നുള്ള കാര്യവും നിലവിൽ അതാത് ജില്ലാ കളക്ടർമാർക്ക് യോഗത്തിലൂടെ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി വരികയാണ്. മനു, ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ചൂട് ഉയർന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത തുടരണമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൃത്യമായി പിന്തുടരണമെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. സൂര്യാഘാതത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ DMOമാർക്കും ആശുപത്രികൾക്കും വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ അനിശ്ചിതത്വം 5ാം ദിവസവും തുടരുന്നു. മത്സരിക്കാൻ വയനാടും കർണാടകവും പരിഗണനയിലുണ്ടെന്നാണ് ദേശീയ നേതാക്കൾ നൽകുന്ന സൂചന. രാഹുലിനെ കർണാടകത്തിൽ മത്സരിപ്പിക്കാൻ സമർത്ഥവുമായി മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തുണ്ട്. ഇന്ന് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ നേതാക്കൾ. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ 2ാം മണ്ഡലം സംബന്ധിച്ചുള്ള തീരുമാനം കുഴഞ്ഞുമറിയുന്നതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. അമിത ആത്മവിശ്വാസത്താൽ രാഹുൽ മത്സരിക്കാനെത്തുമെന്ന പ്രചരണം നടത്തിയത് തിരിച്ചടിയാകുമെന്ന ആശങ്ക നേതാക്കളിൽ പ്രകടമാണ്. എന്നാൽ പ്രഖ്യാപനം നീളുന്നതിൽ ആശങ്ക അറിയിക്കുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയം ആരംഭിക്കുകയും ചെയ്തതിനാൽ തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. പക്ഷേ 2ാം മണ്ഡലത്തിൽ മത്സരിക്കണമോ എങ്കിൽ എവിടെ എന്നും രാഹുൽ തീരുമാനിക്കാനിരിക്കുന്നതേയുള്ളൂ. മത്സരിക്കാൻ തീരുമാനിച്ചാലാണ് വയനാടിന്റെ കാര്യം പരിഗണിക്കുക. വയനാടിനെ കൂടാതെ പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായ കർണാടകത്തിലെ റായ്ചൂരും ചിക്കോടിയും പരിഗണനയിലുണ്ട്. BJP ശക്തി കേന്ദ്രമായ വടക്കൻ കർണാടകയിലെ ഈ മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ സംസ്ഥാനത്താകെ ഗുണം ചെയ്യുമെന്ന് മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. കർണാടക നേതൃത്വത്തിന്റെ ഈ സമ്മർദ്ദവും കേരളത്തിലെ കോൺഗ്രസിനെ ആശങ്കയിലാക്കുന്നു. അതേസമയം വടകരയിലെ പ്രഖ്യാപനം വൈകുന്നത് സാങ്കേതികം മാത്രമാണെന്നും മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഉടൻ പ്രഖ്യാപിക്കുമെന്നുമാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് രമേശ് ചെന്നിത്തല. വയനാട് നിന്ന് മത്സരിക്കണമെന്ന കേരള ഘടകത്തിന്റെ ആവശ്യം രാഹുൽ ഗാന്ധി അംഗീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ ആവശ്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് തീർച്ചയായിട്ടും തെക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റത്തിന് വഴിതെളിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. PC ജോർജിന്റെ ജനപക്ഷം NDAയിലേക്കെന്ന് സൂചന. NDAയിൽ ചേരുന്നത് സംബന്ധിച്ച് PC ജോർജ് BJP കേന്ദ്ര സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തി. മുന്നണി പ്രവേശനം സംബന്ധിച്ച് വിവിധ പാർട്ടികളുമായി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ജനപക്ഷം സംസ്ഥാന കമ്മിറ്റി PC ജോർജിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അതേസമയം ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ PC ജോർജ് തയ്യാറായിട്ടില്ല. മുന്നണി പ്രവേശനത്തിന്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറിയതെന്നും സൂചനയുണ്ട്. വടകര ഓർക്കാട്ടേരിയിൽ CPIM പ്രവർത്തകന്റെ വീട് ആക്രമിച്ച കേസിൽ 10 RMP പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി. പ്രതികൾക്ക് 3 വർഷം തടവും 3 ലക്ഷം പിഴയും കോടതി ശിക്ഷ വിധിച്ചു. വടകര അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. CPIM ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന PK ബാലന്റെ വീട് ആക്രമിച്ച് തീ വച്ച് നശിപ്പിച്ച സംഭവത്തിലാണ് കോടതി വിധി. RMP ലോക്കൽ കമ്മിറ്റി അംഗം ദാമോദരൻ ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് കോടതി ശിക്ഷ വിധിച്ചത്. 2012 കേസിനാസ്പദമായ സംഭവം നടന്നത്. അന്തരിച്ച എഴുത്തുകാരി അഷിതയുടെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ലിംഗസമത്വത്തിനു വേണ്ടി കഥകൾ ഉപയോഗിച്ച എഴുത്തുകാരിയായിരുന്നു അഷിതയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. സ്ത്രീകൾക്ക് നേരെ പൊതുയിടങ്ങളിൽ നടക്കുന്ന അക്രമങ്ങളെ അഷിത ആധുനിക ജീവിതത്തിൽ സംഘർഷത്തിന് നെരിപ്പോടായി മാറുന്ന സ്ത്രീത്വത്തിന്റെ വീങ്ങിപ്പോട്ടലുകളായിരുന്നു അഷിതയുടെ കഥകൾ. സമൂഹത്തെക്കുറിച്ചുള്ള ധാരണകളും അവരുടെ കഥകളിൽ നിഴലിച്ചു. പ്രിയ എഴുത്തുകാരി വിട പറയുമ്പോൾ ആ തൂലികയിൽ നിന്ന് കുടഞ്ഞ അക്ഷരങ്ങൾക്ക് മരണമില്ല. അവസാനിക്കരുതെന്ന് വ്യർത്ഥമായി ആഗ്രഹിക്കുമ്പോഴും അവസാനിക്കുന്നവയാണ് എഴുത്തുകാരിയായ അഷിതയുടെ രചനകൾ മുഴുവനും. 2-3 പേജുകളിലെ ഇതിഹാസങ്ങൾ. കാഴ്ചയുടെ മോഹവലയത്തിൽ നിന്ന് പുറത്തു വരാനാകാതെ വിങ്ങുമ്പോഴേക്കും നഷ്ടപ്പെടുന്ന കാഴ്ചകൾ. മനസ്സിലുടക്കിയ അഷിത കഥകൾ വീണ്ടും വീണ്ടും വായിച്ചാൽ പൂർണ്ണമായും പിടിതരാതെ വഴുകിപ്പോകുന്ന അവസ്ഥാന്തരങ്ങൾ. അപൂർണതയുടെ പറഞ്ഞു തീരാത്ത വിങ്ങലിന്റെ പറയാനാഗ്രഹിച്ചതും പറയാനാകാത്തതിന്റെ വിങ്ങലും വിറയലും. പ്രണയത്തിലെ വ്യക്തിയെന്നതിനപ്പുറം പ്രണയം തന്നെയായി പോകുന്ന തന്മയീഭാവവുമെല്ലാം ആഷിതയുടെ രചനകളിൽ മാത്രം എന്നും നിറഞ്ഞു നിന്നിരുന്നു. മലയാളത്തിലെ മനഃശാസ്ത്രജ്ഞയായ എഴുത്തുകാരി എന്നുകൂടി ആഷിതയെ വിശേഷിപ്പിക്കാം. 1-2 കഥാപാത്രങ്ങളെ അണിനിരത്തി ഒരു കൂടിക്കാഴ്ചയോ ഒരു തവണത്തെ സംഭാഷണമോ മാത്രമായിരിക്കും പ്രമേയമെന്നതും തൂലികയിലെ ശ്രദ്ധേയത്വം വരച്ചു കാട്ടുന്നു.
തൃശൂർ ജില്ലയിലെ പഴയന്നൂരിലായിരുന്നു അഷിത എന്ന എഴുത്തുകാരിയുടെ ജനനം. ഡൽഹി, ബോംബെ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസവും നേടി. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി. എഴുത്തിലേക്ക് തിരിയുമ്പോഴും അഷിതയുടെ അസാധാരണമായ പ്രവേശനത്തിന് യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്ന് പോലും കടുത്ത എതിർപ്പുണ്ടായിരുന്നു. ഇതെല്ലാം അവഗണിച്ച് എഴുത്തിന്റെ ലോകം മാത്രം സ്വന്തമാക്കിയ അഷിത അപൂർണ വിരാമങ്ങൾ, അഷിതയുടെ കഥകൾ, മഴമേഘങ്ങൾ, ഒരു സ്ത്രീയും പറയാത്തത്, നിലാവിന്റെ നാട്ടിൽ, ശിവസേന സഹവർത്തനം, മയിൽപ്പീലി സ്പർശം, ഭൂമി പറഞ്ഞ കഥകൾ തുടങ്ങി ഒട്ടേറെ രചനകൾ എഴുത്തിന്റെ ലോകത്തേക്ക് സമ്മാനിക്കുകയും ചെയ്തു. ഇടശ്ശേരി അവാർഡ്, അങ്കണം അവാർഡ്, തോപ്പിൽ രവി ഫൗണ്ടേഷൻ അവാർഡ്, ലളിതാംബികാംതർജനം സ്മാരക സമിതിയുടെ യുവസാഹിത്യകാരിക്കുള്ള അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ അഷിതയുടെ തൂലികയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. രചനകളിൽ കൂടുതലും ശക്തവും വ്യക്തവുമായി പെണ്ണിടങ്ങൾക്ക് വേണ്ടി വാദിച്ച അഷിത ആ തൂലികയിൽ നിന്ന് കുടഞ്ഞ അക്ഷരങ്ങൾക്ക് ഒരിക്കലും അന്ത്യവുമില്ല. അതിനെയും ഉറക്കെ ഉച്ചത്തിൽ ശരവേഗത്തിൽ തൊടുത്ത സായകം പോലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. വിട പ്രിയ എഴുത്തുകാരി. കൾച്ചറൽ ഡെസ്ക്.